എനിക്കെന്തെങ്കിലും അപകട മരണമോ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ നമ്പർ 18 ഹോട്ടലിന്റെ ഉടമകളും ബിബിൻ ജോർജും സിനി കൃഷ്ണയുമായിരിക്കും. കൊച്ചിയിലെ മോഡൽസിന്റെ മരണം അപകട മരണമാണോ അതോ കൊലപാതകമാണോ? വീണ്ടും സോഷ്യൽ മീഡിയ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ 2021 നവംബർ 1 കൊച്ചി നമ്പർ 18 ഹോട്ടലിൽ DJ പാർട്ടി കഴിഞ്ഞിറങ്ങുന്നതിനിടയിലാണ് ഇവർക്ക് അപകടമരണം സംഭവിച്ചത്. 2021 കൊച്ചിയിൽ വെച്ച് നടന്ന 2 സംഭവങ്ങൾ ഇപ്പൊ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. 2 സംഭവങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊച്ചിയിലെ ആഡംബര ഹോട്ടലായിട്ടുള്ള നമ്പർ 18ലാണ്. നിശാ പാർട്ടികളും ലഹരി പാർട്ടികളും നടക്കുന്ന ഒരു ഹോട്ടലായിരുന്നു ഹോട്ടൽ നമ്പർ 18. ഒരുപാട് സെലിബ്രിറ്റികൾ അവിടുത്തെ നിത്യ സന്ദർശകരായിരുന്നു. നമ്പർ 18 ഹോട്ടൽ ആദ്യമായ വാർത്തകളിൽ നിറയുന്നത് 2 മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ടാണ്. 2019 മിസ് കേരള ആയിട്ടുള്ള ആൻസി റണ്ണറപ്പ് ആയിട്ടുള്ള അഞ്ജന ഷാജനും നമ്പർ 18 ഹോട്ടലിൽ എത്തുന്നത് സിനിമാ മോഹങ്ങളുമായാണ്. ഹോട്ടലിലെ നിശാ പാർട്ടികളിൽ പങ്കെടുക്കാൻ വരുന്ന സെലിബ്രിറ്റികളെ പരിചയപ്പെട്ട് അതുവഴി സിനിമയിൽ കയറാമെന്നായിരുന്നു അത്ര അവർ വിചാരിച്ചത്. എന്നാൽ അത്ര നല്ല അനുഭവങ്ങളായിരുന്നില്ല അവരവിടെ കാത്തിരുന്നത്. ഹോട്ടൽ ഉടമയായിട്ടുള്ള റോയ് വയലാടിനെയും ഷൈജു തങ്കച്ചനെയും അവരവിടെ വെച്ച് പരിചയപ്പെടുകയാണ്. റോയ് ഈ പെൺകുട്ടികളെ DJ പാർട്ടിക്ക് ശേഷം അവിടെ നടക്കുന്ന സെക്സ് പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നാൽ പേടിച്ചു പോയ ആൻസി കബീറും അഞ്ജന ഷാജനും അപ്പൊ തന്നെ ആ ഹോട്ടലിൽ നിന്നും ഇറങ്ങുകയും താങ്കളുടെ കാർ എടുത്ത് തിരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ അവർ സഞ്ചരിച്ചിരുന്ന ആ കാറിന് മറ്റൊരു കാർ പിന്തുടരുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ഷൈജു തങ്കച്ചനായിരുന്നു. പിന്നീട് നമ്മൾ അറിയുന്നത് ഈ 2 പെൺകുട്ടികളും വാഹനാപകടത്തിൽ മരിച്ചു എന്നുള്ളതാണ്. ഈ 2 പെൺകുട്ടികളും തൽക്ഷണം തന്നെ മരിച്ചിരുന്നു. ഇവരുടെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു. ഈ സംഭവത്തോടെ നമ്പർ 18 ഹോട്ടൽ വിവാദങ്ങളിൽ നിറയാൻ തുടങ്ങി. ഹോട്ടൽ ഉടമകളായിട്ടുള്ള റോയിനെതിരെയും ഷൈജുവിനെതിരെയും ഷൈജുവിന്റെ സുഹൃത്തായിട്ടുള്ള അഞ്ജലി റീമാ ദേവിക്കെതിരെയും ഫോർട്ട് കൊച്ചി സ്റ്റേഷനിൽ മറ്റൊരു പരാതി കൂടി വരികയാണ്. ഈ പറയുന്ന മോഡലുകളുടെ മരണം നടക്കുന്നതിന് 10 ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ നമ്പർ 18 ഹോട്ടലിൽ വെച്ച് നടന്ന മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ കേസ് കൊടുത്തത് ഒരു യൂട്യൂബ് ബ്ലോഗർ ആയിരുന്നു, അന്ന ഗ്രേസ് ഓസ്റ്റിൻ. ഇൻസ്റ്റയിൽ അന്നൂസ് ഫുഡ്പാത്ത് എന്ന പേരിൽ അക്കൗണ്ടിലുള്ള ഒരു ഫുഡ് ബ്ലോഗർ ആണ് ഇവർ. അഞ്ജലി റീമാ ദേവിയുമായിട്ടാണ് അന്ന ആദ്യമായി പരിചയപ്പെടുന്നത്. അങ്ങനെ ബിസിനസ് മീറ്റിന് വേണ്ടി അഞ്ജലി അന്നയെ കൊച്ചിയിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ അന്ന 17 വയസ്സുകാരായിട്ടുള്ള തന്റെ മകളെയും 3 സുഹൃത്തുക്കളെയും കൂട്ടി അഞ്ജലിയെ കാണാൻ വേണ്ടി കൊച്ചിയിലേക്ക് പോയി. അവിടെ വെച്ചാണ് നമ്പർ 18 ഹോട്ടലിലേക്ക് അഞ്ജലി അന്നയെ ക്ഷണിക്കുന്നത്. പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അന്ന തന്നെ പറയുന്നുണ്ട്. നമ്മൾ കേട്ടോക്കാം. എനിക്കെന്തെങ്കിലും അപകട മരണമോ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ നമ്പർ 18 ഹോട്ടലിന്റെ ഉടമകളും ബിബിൻ ജോർജും സിനി കൃഷ്ണയുമായിരിക്കും. കൊച്ചിയിലെ മോഡൽസിന്റെ മരണം അപകട മരണമാണോ അതോ കൊലപാതകമാണോ? വീണ്ടും സോഷ്യൽ മീഡിയ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ 2021 നവംബർ 1 കൊച്ചി നമ്പർ 18 ഹോട്ടലിൽ DJ പാർട്ടി കഴിഞ്ഞിറങ്ങുന്നതിനിടയിലാണ് ഇവർക്ക് അപകടമരണം സംഭവിക്കുന്നത്. ഈ മോഡൽസിനെ പിന്തുടർന്ന അതേ കാറിൽ നമ്പർ 18 ഹോട്ടൽ ഒക്ടോബർ 21 കോഴിക്കോടുള്ള ഒരു യങ് ബിസിനസ് മീറ്റിംഗ് എന്ന വ്യാജന എന്നെയും കുറച്ച് കുട്ടികളെ അവിടെ എത്തിച്ചു. പാർട്ടിയുടെ ആദ്യമൊക്കെ ക്യൂരിയോസിറ്റി ഒത്തിരി സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. ക്യൂരിയോസിറ്റിന്റെ പുറത്ത് എന്റെ GoPro Hero 8 ക്യാമറയിൽ ഞാൻ കുറേ ദൃശ്യങ്ങൾ പകർത്തി. ആ ദൃശ്യങ്ങളിൽ പിന്നീട് പലതും തെളിവായിട്ട് വന്നു. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ നാച്ചർ മാറി. അവിടെ നിന്ന് 2 പെൺകുട്ടികളെയും കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവരുടെ ബന്ധുക്കളെ ആ പെൺകുട്ടികളെ ഏൽപ്പിച്ചു കൊടുത്തു. സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. FIR രജിസ്റ്റർ ചെയ്തു. കേസിന്റെ തെളിവുകൾ പോലീസുകാർ ശേഖരിച്ചു. ഹൈക്കോടതി ഇവർക്ക് ജാമ്യം കൊടുത്തില്ല, സുപ്രീം കോടതി ജാമ്യം കൊടുത്തില്ല. എന്നാൽ കേസിന്റെ പ്രധാന തെളിവായ ഹാർഡ് ഡിസ്ക് ഇവർ കായലിലേക്ക് എറിഞ്ഞു കളഞ്ഞു. കേസ് കോടതിയുടെ പരിഗണനയിലാണ്. കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് വയനാട് ജില്ലാ സ്വദേശിനിയായ ബിബിൻ ജോർജും സിനി കൃഷ്ണയും എന്നെ അവരുടെ ഏജൻസിക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വീഡിയോ ചെയ്തു കൊടുത്തു. എന്റെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒക്കെ ആയിട്ട് 2 കോടി രൂപയോളം ഞാൻ അവരുടെ അച്ഛന്റെ അമ്മേന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓഫീസ് പൂട്ടിപ്പോയി. ഇവർ പറഞ്ഞ 4 കോടി രൂപയോളം അന്നച്ചേച്ചിന്റെ വീഡിയോ കണ്ട ആളുകൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് കൊടുക്കാൻ വേറൊരു മാർഗ്ഗമില്ല. നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. കൊച്ചി പാലാരിവട്ടത്തുള്ള ലെക്സോ ഹോട്ടലിൽ ചെല്ലാൻ പറഞ്ഞു. അത് പ്രകാരം ഞാനും എന്റെ ഭർത്താവും ലെക്സോ ഹോട്ടലിൽ എത്തിയപ്പോൾ അവിടെ ഒഫീഷ്യൽ വാഹനത്തിൽ വന്ന ഒരു പോലീസുകാരനും ഒരു വക്കീല് ബിബിൻ ജോർജും ഭാര്യ ഉണ്ടായിരുന്നു. ഇവർ നമ്മളോട് ആവശ്യപ്പെട്ടത് നമ്പർ 18 ഹോട്ടലിന് ന്യൂട്രലായിട്ട് കേസിൽ നിൽക്കുകയാണെങ്കിൽ അവർ ഈ പൈസ മൊത്തം കൊടുത്തോളും. നമ്പർ 18 ഹോട്ടലിന്റെ വക്കീലാണ് ഇത് എന്ന് പറഞ്ഞു. ഓക്കെ, കുറെ കാര്യങ്ങൾ ഇവിടെ റിവീൽ ചെയ്യാൻ പറ്റില്ല. കേസ് കോടതിയുടെ പരിഗണനയിലാണ്. അതിനുശേഷം 1 വർഷം നമുക്ക് 365 ദിവസം ഉണ്ടല്ലേ. എപ്പോഴോ ഇട്ട FIR എന്റെ വീഡിയോ കണ്ട് പൈസ കൊടുത്തു എന്ന് പറഞ്ഞ് എന്നെ മാത്രം പ്രതിയാക്കി കൽപ്പറ്റ പോലീസുകാർ എന്നെ വിളിച്ചു കഴിഞ്ഞ് ഞാൻ മുൻകൂർ ജാമ്യത്തിന് വെക്കുന്നു. കറക്റ്റ് ഇതേ കേസിന്റെ സാക്ഷി വിസ്താരത്തിന് ഫെബ്രുവരി 24 ഹാജരാകേണ്ടിയിരുന്ന എന്റെ ഭർത്താവിനെ ഫെബ്രുവരി 21 ഇത് കേസ് എന്താന്ന് പോലും പറയാതെ പോലീസുകാരെ ചോദിച്ച് മനസ്സിലാക്കാന്ന് പറഞ്ഞ് കൽപ്പറ്റ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴി പോലീസുകാർ എന്നെ ചാനലിനെ മൊത്തം വിളിച്ച് പറയുന്നു. എന്താ പറയുന്നത്, ഞങ്ങളെ വ്യക്തിഹത്യ ചെയ്യുന്നു. അപ്പൊ എനിക്കുള്ളൊരു സംശയം, ഈ നമ്പർ 18 അതായത് മോഡൽസിന്റെ മരണം സ്വാഭാവിക മരണമാണെങ്കിൽ എന്തിനാണ് ഈ ഹാർഡ് ഡിസ്ക് ഇവർ കായലിലേക്ക് എന്നത്? ഇനി ഞാൻ പറയുന്ന പരാതിയിൽ കഴമ്പില്ല എങ്കിൽ എന്തിനാണ് വയനാട് ജില്ലാ സ്വദേശിനികളായ എന്നെ ഈ ബിബിൻ ജോർജിനെയും സിനി കൃഷ്ണനെയും വെച്ച് ട്രാപ്പിൽ പെടുത്തി എന്നെ കോടതിയിൽ ഹാജരാകാൻ പറ്റാതിരിക്കത്തക്ക രീതിയിൽ ഇവർ ഭയക്കുന്നത്? ഇതൊക്കെ എന്റെ ചോദ്യങ്ങളാണ് കേട്ടോ. ഇനിയും ഇപ്പം ഇത്ര വർഷമായി, ഇനിയും കേസ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതിനിടയിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇതിന് പിന്നിൽ ഇവരായിരിക്കും തീർച്ചയാണ്. അപ്പം താങ്ക് യു സോ മച്ച്.
ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്പർ 18 ഹോട്ടലിനെതിരെ അന്ന പരാതി കൊടുത്ത ശേഷം അന്നയുടെ ജീവിതത്തിലേക്ക് രംഗപ്രവേശനം ചെയ്തു എന്ന് പറയപ്പെടുന്ന രണ്ട് പേരാണ് ബിബിൻ ജോർജും സിനി കൃഷ്ണയും. ഇവര് വിസ ഏജൻസി നടത്തിക്കൊണ്ടിരുന്ന രണ്ട് പേരാണ്. ഇവരുമായി അന്ന അവരുടെ കുടുംബത്തിലുള്ള കുറെ പേർക്ക് UK വിസ എടുത്തു കൊടുത്തു. പക്ഷേ ബിബിൻ ജോർജും സിനി കൃഷ്ണയും തട്ടിപ്പുകാരായിരുന്നു. ഇവരുടെ ഏജൻസി പൂട്ടി മുങ്ങി. 3-4 കോടി രൂപയാണ് അന്ന വഴി ഇവര് തട്ടിയത്. എന്നിരുന്നാലും അതോടെ അന്ന കടക്കാരിയായി. കാരണം അന്നയാണല്ലോ കുടുംബക്കാർക്ക് വിസ എടുത്തു കൊടുക്കാൻ മുന്നിട്ട് നിന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഈ പറഞ്ഞ ബിബിൻ ജോർജും സിനി കൃഷ്ണയും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അന്നയെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ബിബിൻ ജോർജിന്റെയും സിനി കൃഷ്ണയുടെയും കൂടെ നമ്പർ 18 ഹോട്ടലിലെ വക്കീലും ഉണ്ടായിരുന്നു. നമ്പർ 18 ഹോട്ടലിനെതിരെയുള്ള കേസ് പിൻവലിക്കുകയാണെങ്കിൽ വിസ തട്ടിപ്പിലൂടെ വന്ന അന്നയുടെ കടം മുഴുവനും നമ്പർ 18 ഹോട്ടലുകാർ അടിച്ചു തീർക്കാമെന്നായിരുന്നു വക്കീലിന്റെ ഓഫർ. എന്നാൽ അന്ന അത് അംഗീകരിച്ചില്ല. അതോടെ അധികം വൈകാതെ ഈ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്നയ്ക്കും ഭർത്താവിനുമെതിരെ കേസ് വന്നു. തട്ടിപ്പിന്റെ മെയിൻ ആളുകളായിട്ടുള്ള ബിബിൻ ജോർജിന്റെയും സിനി കൃഷ്ണയുടെയും പേര് പോലും FIR-ൽ ഉണ്ടായിരുന്നില്ല. ഈ സംഭവത്തെ കുറിച്ച് അന്ന തന്നെ വിശദമായി പറയുന്നുണ്ട്. കേട്ടു നോക്കാം. എത്ര കിട്ടി സാറേ? കോഴിക്കോട് കൂരാച്ചുണ്ട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനോടാണ് എന്റെ ഈ ചോദ്യം. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള 11 ഇമിഗ്രേഷൻ നടത്തിപ്പുകാരായ ബിബിൻ ജോർജ്, ഭാര്യ സിനി കൃഷ്ണ, ഇവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഇവർക്ക് കുറച്ച് വീഡിയോ ചെയ്തു കൊടുത്തിരുന്നു. എന്റെ കുടുംബ സുഹൃത്തുക്കളിൽ നിന്നും എനിക്ക് നേരിട്ട് അറിയുന്നവരിൽ നിന്നും എന്റെ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നുമായി ഒരു 3-4 കോടി രൂപ UK വർക്ക് വിസ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവരുടെ ഭാര്യയുടെ അക്കൗണ്ടിലെ അമ്മായിയമ്മന്റെ, അമ്മായപ്പന്റെ, അച്ഛന്റെ, അമ്മേന്റെ, കുടുംബ സുഹൃത്തുക്കളുടെ, ഡ്രൈവറുടെ, ഇവരുടെ അക്കൗണ്ടുകളിലായിട്ട് ഇവർ കൈപ്പറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ഓഫീസ് കൂട്ടിപ്പോയി. പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ കാൻഡിഡേറ്റിനെ എല്ലാം വയനാട് ജില്ലയിലുള്ള എന്റെ വീട്ടിലേക്ക് വിളിച്ചുകൂട്ടി. വയനാട് ജില്ലയിൽ തന്നെയുള്ളവരുടെ തറവാട്ടി പോയെങ്കിലും കള്ളന് കഞ്ഞിവെച്ച പാരന്റ്സ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നടപടിയൊന്നും ആയില്ല. അതിൽ പ്രകാരം കൂരാച്ചുണ്ട് സ്വദേശിനിയായ ഈ പെൺകുട്ടി എന്റെ കൂട്ടുകാരിയും കൂടിയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പോയി കൂരാച്ചുണ്ട് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു. ഇന്ന അക്കൗണ്ടുകളിലേക്കാണ് ഞങ്ങൾ പണം ഇട്ടത്, എല്ലാ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു. ഒരു മാസമായിട്ടും പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്കായിരിക്കണം ഇവർ ബിബിൻ ജോർജുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും. കാരണം അക്കൗണ്ട് ഹോൾഡേഴ്സിനെ വിളിക്കുമ്പോൾ അവർ പറയല്ലോ ബിബിൻ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പൈസ വന്നത് എന്നുള്ളത്. കോഴിക്കോട് നിന്നും പോലീസിന്റെ ഔദ്യോഗിക വാഹനത്തിൽ നമ്മുടെയൊക്കെ നികുതിപ്പണം കൊണ്ട് ഡീസലും അടിച്ചിട്ട് കോഴിക്കോടുള്ള എന്നെ അന്നും കൂടെ പോലീസുകാരനെ വിളിച്ച് പരാതിയുടെ അപ്ഡേറ്റ്സ് എടുത്ത് എന്റെ വയനാട് ജില്ലയിലെ വീട്ടിലേക്ക് വന്നിട്ട് അന്ന ജോൺസൺ എവിടെ വെരിഫിക്കേഷന് വേണ്ടി വന്നതാണ്, അഡ്രസ് വെരിഫിക്കേഷന് വേണ്ടി വന്നതാണ്. അന്ന ജോൺസന്റെ പാസ്പോർട്ട് ഇവിടെ ഉണ്ടോ? എന്റെ ഭർത്താവിന് ഇങ്ങനെ പാസ്പോർട്ട് കയ്യിലൊന്നുമില്ലെങ്കിൽ ഇതേ പാസ്പോർട്ട് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ മൊത്തം ഉണ്ട്. ഈ പോലീസുകാരനൊരു അമളി പറ്റി. കാരണം വാട്സപ്പിലെ ചാറ്റ് ഹെഡ് ബിബിൻ ജോർജ് അയച്ചു കൊടുത്തതാണ് എന്റെ ഈ പാസ്പോർട്ടിന്റെ കോപ്പി എന്ന് പറയുന്നത്. ഇവിടം കൊണ്ടും കഴിഞ്ഞില്ല. ഇതിലെ നമ്പർ 18 കേസിന്റെ പ്രധാന സാക്ഷി വിസ്താര സമയത്താണ് ഈ പ്രശ്നങ്ങളും FIR-കളൊക്കെ എനിക്ക് എതിരെ വരുന്നത്. എനിക്ക് FIR വന്നപ്പോൾ ഈ കേസിൽ 1-ാം പ്രതി ഞാൻ. ഈ അക്കൗണ്ടിൽ പൈസ കൈപ്പറ്റി ബിബിൻ ജോർജിന്റെ ബന്ധുക്കൾ ആരും ഇല്ലാന്ന് നിങ്ങൾ ഓർക്കണം. കഴിഞ്ഞില്ല. ഈ നമ്പർ 18 കേസിലെ 4-ാം സാക്ഷിനെ ഈ കൂരാച്ചുണ്ട് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തി. നീ കോഴിക്കോട് ജയിൽ കണ്ടിട്ടുണ്ടോടാ, അവിടെ കിടക്കേണ്ടി വരുന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ സാക്ഷി ഈ പരാതിയിൽ എവിടെയും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ കാലം പോയ പോക്ക്. ജനാധിപത്യം, ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി. എന്ത് പ്രഹസനമല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും നമ്പർ 18 ഹോട്ടലുകാരും വിസ തട്ടിപ്പുകാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് തനിക്കെതിരെ ഇപ്പോൾ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അന്ന പറയുന്നത്. എന്തൊക്കെയോ തട്ടിപ്പുകൾ ഇതിനിടയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ പ്രതിസ്ഥാനത്ത് പണവും പിടിപാടും ഉള്ളവരായതുകൊണ്ട് തന്നെ അവർ രക്ഷപ്പെട്ടു പോവുകയാണ്. കുടുങ്ങിയതാണെങ്കിൽ അന്നയും. എന്തായാലും ഈ വിഷയങ്ങളെല്ലാം ഇപ്പൊ വലിയ ചർച്ചയായി മാറിയത് കൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.